ഭവനങ്ങളെ അനുഗ്രഹിച്ചാത്ത ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആവശ്യമറിഞ്ഞ് അവസ്ഥയറിഞ്ഞ് സ്വക്കം പ്രവർത്തിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. രോഗികളായി കഴിയുന്ന നേതൃക്കരങ്ങൾ ഏൽപ്പിക്കുന്ന പിതാവി വിടുതലെ ഐക്യമാറണമേ. അടിയങ്ങൾ ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസോർ ഹല്ലേലൂയ. കഴിഞ്ഞ 4 ഘട്ട പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവങ്ങളിൽ ദൂതന്മാർ അയക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിയമങ്ങൾ കൊടുക്കുന്നതിലും ദൂതന്മാർക്ക് പങ്കുണ്ട്. ദൂതന്മാർ സ്വർഗത്തിൽ വസിക്കുന്നു. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ പദവി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നാം ദൂതന്മാരെ വിധിക്കുന്ന വിധികർത്താക്കളാണെന്ന് കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തോടൊപ്പം വസിച്ചാൽ, ദൈവകൽപ്പനകൾ നിലനിന്നാൽ നമ്മൾ മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിതിയോടെ ഓടി ലക്ഷ്യം നേടുവാൻ സാധിക്കും. അതിനായി ഒരുങ്ങുവാൻ കർത്താവിന്റെ ദാസൻ നമ്മളെ പ്രബോധിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പൈസോട് ഇന്ന് സന്ധ്യാസമയവും ദൈവവാസനോടെ നമുക്ക് ദൈവനം പഠിപ്പാൻ തക്ക വേണ്ടിയായി തീരും. അതിനു മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനായി സിസ്റ്റർ ലിൻഡ യോസഫിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേശ തന്നെ, കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേശ തന്നെ, കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ, കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ, നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാ, നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാ, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ. ശൂന്യതയിൻ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ശൂന്യതയിൻ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ക്ഷേമമായേകി എന്നെ ജയത്തോടെ നടത്തിയതാ, ക്ഷേമമായേകി എന്നെ ജയത്തോടെ നടത്തിയതാ, നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനെ, നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാം, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ. ഗോതമ്പു പോലെന്നെയും പാറ്റിടുവാൻ ശത്രു ആനഞ്ഞിടുമ്പോൾ, ഗോതമ്പ് പോലെന്നെയും പാറ്റിടുവാൻ ശത്രു ആനഞ്ഞിടുമ്പോൾ, താളടിയാകാതെന്റെ വിശ്വാസം കാത്തതിനാൽ, താളടിയാകാതെന്റെ വിശ്വാസം കാത്തതിനാൽ, നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാ, നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാം, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ. കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേശ തന്നെ, കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേശ തന്നെ, കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ, കരുണയിൻ ചിറകടിയിൽ
പൊതിഞ്ഞു സൂക്ഷിച്ചതാ. നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാ. നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാ. യേശുരാജനെ എന്നും സ്തുതിപ്പീൻ, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ, യേശുരാജനെ എന്നും സ്തുതിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നല്ല പാട്ട് കർത്താവിന്റെ ദാസിലൂടെ കേൾപ്പാൻ തക്ക വേണ്ടിയായി തീർന്നല്ലോ. സംഭവങ്ങളെ കൊണ്ട് പറഞ്ഞ 2015 നമ്മളെ വിട്ട് കടന്നു പോകുന്നു. ഇനി ചില ദിവസങ്ങൾ മാത്രമേ നമുക്ക് ശേഷിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ ദിനം വരെയും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച് ഈ പാട്ടിൽ കൂടെ നമുക്ക് ഒന്ന് പുനർചിന്തനം ചെയ്യുവാൻ തക്കമട്ടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പൈസോൾ ഹാൽവിയ ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ കാത്തു. ഹാൽവിയ അവന്റെ കണ്ണുകളുടെ ചിറകടയിൽ നമ്മെ സൂക്ഷിച്ചതുകൊണ്ട് നന്ദി നിറഞ്ഞവനെ കർത്താവിനെ സ്തുതിപ്പാൻ ഹാൽവിയ പാട്ടിലൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചു. അതെ, ശൂന്യതയുടെ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നൽകി തന്ന് നമ്മെ ക്ഷേമമായി ജയോത്സവമായി നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ബാധ്യസ്ഥര. ദൈവത്തിന് സ്തോത്രം. പൈസോടെ അനേക അനർത്ഥങ്ങൾ ആപത്തുകൾ നമ്മുടെ കൺമുമ്പിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിന് സ്തോത്രം. അവന്റെ സംരക്ഷണത്തിൽ അൽവിയ നമ്മളെ കാത്തോർത്ത് നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. പൈസോൾ ശത്രു നമ്മളെ പാറ്റിക്കളയുവാൻ പലവിധ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പദ്ധതികൾ ഒരുക്കിയെങ്കിലും അതിലൊന്നും അകപ്പെട്ടു പോകാതെ വണ്ണം ഹല്ലേലൂയ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ കാത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദൈവത്തിന് സ്തോത്രം ഈ സംവിധിയും വിശ്വാസത്തിൽ നമുക്ക് നിലനിൽപ്പാൻ തക്ക വടിയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രമാകിയാൽ ദൈവം ചെറുതും വലുതുമായ നന്മകൾ ഓർത്ത്, നന്ദി ഓർത്ത്, ദൈവത്തെ ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഈ സന്ധ്യാസമയം ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടിയ ഹല്ലേലൂയ കർത്താവിന്റെ ദാസിയെ കുടുംബമായി മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ആവശ്യമറിഞ്ഞ അവസ്ഥയിൽ സ്വക്കം പ്രവർത്തിക്കുമാറാകട്ടെ. ഇനി ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ തക്കോണം ദൈവം ധാരാളമായ കൃപ കൊടുക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പൈസോൾ ഹല്ലേലൂയ. ഈ പ്രയലിനെ ഓർത്ത് പാട്ടുപാടിയ കർത്താവിന്റെ ദാസി ലിൻഡ യോസഫിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ മാത്തുക്കുട്ടി പാസ്റ്റർ ഓർത്ത് ദൈവത്തെ ഈ പ്രയലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ പ്രയലിലായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ സന്ധ്യാസമയം കർത്താവെ സ്തുതിയോട് സ്തോത്രത്തോടു കൂടി കർത്താവെ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവെ അടിയങ്ങൾക്ക് നീ തന്ന സാവകാശത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ വർഷക്കാലം കർത്താവെ, കഴിഞ്ഞ നാളുകൾ കർത്താവെ ഞങ്ങളെ നടത്തി നിന്റെ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും സ്തുതിയോടെ സ്തോത്രത്തോടു കൂടി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ദാവീദ് പുത്രൻ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്ന് രാത്രിയിൽ കർത്താവെ നിന്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നിന്റെ വചനം കേൾക്കുവാൻ കർത്താവെ കടന്നു വന്ന നിന്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്തിന് തടസ്സമായ എന്റെ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ കർത്താവെ. പ്രിയപ്പെട്ടവരുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ വചനം കർത്താവെയൊക്കെ കേട്ട് കർത്താവെ പാപം കൂടാതെ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ കർത്താവെ ബൈബിൾ സ്റ്റഡി കർത്താവെ ജീവിതങ്ങൾക്ക് അനുഗ്രഹം വിടുതൽ സമാധാനമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുവാനും കർത്താവെ, സമാധാനം ഇല്ലാത്തൊരു സമാധാനം പ്രാപിക്കുവാനും കർത്താവെ, പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതലാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്ന നാളിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ കേട്ട വചനം കർത്താവെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതൊന്നും ശിക്ഷാവിധിക്ക് കാരണമാകില്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വിശ്വസ്തരായി കർത്താവെ അന്ത്യത്തോളം ജീവിക്കുവാൻ കർത്താവെ, നിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ കർത്താവെ, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ജനത്തെ മുറ്റുമായി സമർപ്പിക്കുകയാണ് കർത്താവെ. കർത്താവിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. തങ്ങച്ചാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ആന്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കുടുംബമായി നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇത്രത്തോളം ജയോത്സവമായി നിന്റെ മക്കളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. മക്കളെയും കൊച്ചുമക്കളെയും കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം. പാട്ടുപാടി കർത്താവെ സഹോദരിലിന്റെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തിന്റെ നാമം ചെയ്യുന്ന കർത്താവ് നിന്റെ മക്കൾ കൂടെ മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വസുജയനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കുഞ്ഞുങ്ങളെ 3
ഹബേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഏബലിനെ ജോലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാർദ്ദപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ശിശാൾ കർത്താവേ, വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർമാത്തെക്കുട്ടിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകൾ കർത്താവേ, അനേക മണിക്കൂറുകൾ കർത്താവേ, നിനക്ക് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും നിന്റെ ദാസനെ കർത്താവേ നീ അഭിഷേകം ചെയ്തിരിക്കുക. നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രിയിൽ കർത്താവേ, ആ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ദാസന്മേൽ ആ ക്രൂശിന്റെ മറവിൽ കർത്താവേ നീ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ കർത്താവ് ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവ് ഇത് കേട്ട് പൂർണ്ണമാകും കർത്താവെ ഫലം കായ്ക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുറ്റുമായി നിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ജനത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. നിന്റെ ഉയർപ്പിന്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കർത്താവേ. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബുധനാഴ്ചയുടെ സന്ധ്യാസമക ദൈവവചനത്തിനായി നമുക്ക് ദൈവം നൽകിയ വലിയ അവസരത്തിനായി സ്തുതിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കാനായി കർത്താവിന്റെ വലിയ ദാസൻ ഡോക്ടർ മാത്തൂട്ടി പാസ്റ്ററെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ മഹത്വം. താങ്ക് യു തങ്കച്ചൻ ബ്രദർ. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു കൃഷ്ണന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം തുടർന്നും ചിന്തിപ്പാൻ ദൈവത്തിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ദൂതന്മാരെയും ദൂതന്മാരുടെ പ്രവൃത്തികളെയും അവരുടെ ജോലിയെയും അവരുടെ വാസസ്ഥലത്തെയും പറ്റിയും ഒക്കെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി സാത്താൻ പിശാചിനെ കുറിച്ച് അല്പകാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളോട് എപ്പോഴും അത് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് പൈശാചിക ശക്തി. അതുകൊണ്ട് സാത്താനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഇന്ന് രാത്രി കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം. സാത്താൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതെ നമുക്ക് വിരോധമായി നമ്മുടെ ശത്രുവായ പിശാച് എല്ലാ ദിവസവും നമ്മളോട് അഗൻസ്റ്റ് നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. മനുഷ്യന്റെ വീഴ്ചയുടെ പരിണിത ഫലമായി നാം എല്ലാവരും പിശാചിന്റെ സ്വത്തായി മാറിയെന്ന് ഒരു നിലയിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. The Christian life is a battle against our great foe, Satan, called the devil. By the result of the fall of man, we became the devil's possessions. മനുഷ്യന്റെ വീഴ്ച നിമിത്തം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന മനുഷ്യൻ പാപത്തിന്റെ പരിണിത ഫലമായി ഏദൻ തോട്ടത്തിന് പുറത്താക്കി. ഏദൻ തോട്ടത്തിന് പുറത്താക്കിയപ്പോൾ ഒന്നുകൂടെ അവന് നമ്മളുമായിട്ടുള്ളതായ സംസർഗത്തിന് സാവകാശം ലഭിച്ചു. ദൈവത്തിന് മഹത്വം. We share the same fate, cursed by God and destined to hell. When we receive Jesus Christ as our Savior, this relationship of Satan and sinner is broken, but Satan does not give up easily. അത് നമ്മുടെ പൂർവപിതാവായ ആദാം പാപത്തിൽ വീണുപോയത് കൊണ്ട് അവന് വിധിക്കപ്പെട്ടതായ ശിക്ഷ നമുക്കും അത് നമ്മുടെ വിധിയായി തീർന്നു. ശാപത്തിന് അധീനരായി നാം മാറി അത് നരകത്തിന് വിധിക്കപ്പെട്ടവരായി എല്ലാ മാനവജാതിയും ആയിത്തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പിശാചായ സാത്താനുമായിട്ടുള്ള ബന്ധം തകർന്ന് അത് നാം അവനുമായുള്ളതായ ഐക്യത നഷ്ടപ്പെട്ട് ദൈവ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ദൈവത്തിന് മഹത്വം. അങ്ങനെ അവന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കർത്താവുമായുള്ള ബന്ധത്തിൽ നാം വന്നു ചേരുമ്പോൾ പിശാച് സാത്താൻ നമ്മെ അത് എങ്ങനെയും തിരികെ എടുക്കേണ്ടതിന് അവൻ അത് സാഹസികത കാണിച്ചു അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഫൈറ്റ്സ് ഡെസ്പറേറ്റ്ലി ടു റീഗെയിൻ us. അവന്റെ പൂണിയിലായിരുന്നവർ
കർത്താവിനെ അംഗീകരിച്ച് അവനിൽ നിന്നും അകന്ന് മാറുമ്പോൾ എങ്ങനെയും നമ്മെ വീണ്ടും അവന്റെ അധികാര പരിധിയിൽ അവന്റെ സ്വത്താക്കി തീർക്കേണ്ടതിന് പിശാച് വളരെയധികം അത് കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. The Bible tells us to resist Satan, fight him, give him no place in our lives. ദൈവവചനം പഠിപ്പിക്കുന്നത് പിശാചിനോട് എതിർത്തു നിന്ന് അവനുമായിട്ട് യുദ്ധം ചെയ്ത് ഒരിക്കലും ഇനി അവന് സ്വാധീനതയിൽ നാം ആയിത്തീരാതെ നമ്മുടെ ജീവിതത്തിൽ അവന് സ്ഥാനം കൊടുക്കാതെ ഒരു ദൈവ പൈതലായി ജീവിക്കണമെന്ന് എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് സാത്താനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, അതിനനുസരിച്ച് അതിനോട് പോരാടി എതിർത്തു നിന്ന് വിജയം വരിക്കുക എന്നുള്ളതാണ് ഈ പഠനത്തിന്റെ ആ ലക്ഷ്യം. ദൈവത്തിന് മഹത്വം. അത് ഏതൊരു വിഷയത്തെക്കുറിച്ചും നമുക്ക് ജ്ഞാനമില്ലെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിപ്പാൻ സാധിക്കയില്ല. ആയതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ അത് ചിരിപ്പാൻ തക്കൊണ്ണം തീരുമാനിച്ചത്. മാത്രമല്ല, നാം വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളാണല്ലോ ചിന്തിച്ചു വരുന്നത്. അതിലൊരു ഭാഗത്താണ് സാത്താനും അവന്റെ തന്ത്രങ്ങളും എന്നുള്ളത്. അത് ആ ദൂതന്മാരായി സൃഷ്ടിക്കപ്പെട്ടവർ. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ സാത്താൻസ് സേറ്റൻസ് ഒറിജിൻ, ഈ സാത്താന്റെ ഉത്ഭവം, ആവിർഭാവം അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ സാത്താനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആകുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അക്കോർഡിംഗ് ടു കൊലോഷ്യൻസ് ചാപ്റ്റർ 1 verse 16, Satan is created by the Lord. The time is unknown. എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. But Satan is described in book of Ezekiel chapter 28 verses 12 to 19. എസെക്കിയേൽ പ്രവചനം അതിന്റെ 28-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയാണ് അത് സാത്താനെ കുറിച്ച് ഉള്ള വിവരണങ്ങൾ അത് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 28 വേഴ്സസ് 12 to 19 ലൈനായിരിക്കുന്ന ആർക്കെങ്കിലും വായിക്കാൻ. കർത്താവിന് മഹത്വം. മനുഷ്യപുത്ര, നീ സ്വരാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതങ്ങളിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്തിട്ട് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം
നിന്നെ അവരുടെ മുൻപിലിട്ട് കളഞ്ഞു. നിന്റെ അകൃത്യം ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. ദൈവത്തിന് മഹത്വം. ദീർഘമായ പാസേജസ് ആണ് വായിച്ചത്. അതിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്താൽ ഈ സാത്താനായി തീർന്നവനുണ്ടായിരുന്നായ ഗുണവൈല്യങ്ങളെ കുറിച്ച്, ആ വിശേഷങ്ങളെ കുറിച്ച് നമുക്കവിടെ വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. Verse 12 we read, Satan was full of wisdom and perfect in beauty. അത് ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും ആയിരുന്നു പിശാച് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിനകത്തെ ഒരു ഘടകമാണ് ഈ സാത്താൻ പിശാച് എന്നുള്ളത്. അപ്പോൾ ദൂതനായിരുന്നവൻ, ദൈവസന്നിധിയിലായിരുന്നവൻ, അതിനെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത് അവൻ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും ആയിരുന്നു എന്ന് ആ 12ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Verse 13 we read, he was covered with precious stones, sardius, topaz, diamonds, beryl, onyx, jasper, sapphire, emeralds and gold. അപ്പോൾ അവിടെ നാം വായിക്കുമ്പോൾ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു കാലത്ത് വളരെയധികം പ്രശോഭിച്ചിരുന്നു, വളരെയധികം ജ്ഞാനമുണ്ടായിരുന്നു, വളരെയധികം സൗന്ദര്യമുണ്ടായിരുന്നു എന്ന് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 14ാം വാക്യത്തിൽ വായിക്കുന്നു, he was the anointed cherub, perhaps the chiefest, highest angel. അത് നീ ചിറകു വിടർത്ത് മറയ്ക്കുന്ന കെരുബായിരുന്നു അവൻ, അല്ലെങ്കിൽ ദൂതന്മാരിൽ അഗ്രഗണ്യനായിരുന്നു, ശ്രേഷ്ഠനായിരുന്ന ആ ഒരുവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 17ാം വാക്യത്തിൽ അവന്റെ ആ വിശിഷ്ടതകൾ പിന്നെയും പറയാണ്, his heart was lifted up because of his beauty and wisdom. അത് സൗന്ദര്യ നിമിത്തം, അവന്റെ ജ്ഞാനം നിമിത്തം അവന്റെ ഹൃദയം ഗർവിഷ്ഠു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മെ തന്നെ നാം ശോധന ചെയ്യണം. സൗന്ദര്യം വർദ്ധിക്കുമ്പോൾ, ജ്ഞാനം വർദ്ധിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഗർവമുണ്ടാകുവാനുള്ള ആ സാധ്യതകൾ ഉണ്ട്. അങ്ങനെ ആ ഗർവം വർദ്ധിച്ചു വന്നാൽ നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് താഴേക്ക് വീണുപോകുവാനുള്ളതായ സാധ്യതകൾ ഉണ്ട് എന്ന് ഈ പഠനം നമ്മെ അത് പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ സന്നിധിയിൽ സൗന്ദര്യപൂർണനായിരുന്നവൻ, ജ്ഞാനസമ്പൂർണനായിരുന്നവൻ, സകലവിധമായ രത്നങ്ങളും കൊണ്ട് മൂടപ്പെട്ടിരുന്നവൻ, കെറുവുകളുടെ അത് ചിറകു വിരിച്ച് മറച്ചിരുന്നവൻ. പക്ഷേ പാപം ചെയ്താൽ ദൈവം അവന്റെ സ്ഥാനത്തു നിന്ന് അവനെ മാറ്റിക്കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരും ഗ്രഹിക്കേണ്ട ഒരു വിഷയം, എന്തെല്ലാം സൗന്ദര്യം നിനക്കുണ്ടായിരുന്നാലും, എന്തെല്ലാം ജ്ഞാനം നിനക്കുണ്ടായിരുന്നാലും, എന്തെല്ലാം സമ്പത്ത് നിനക്കുണ്ടായിരുന്നാലും, മറ്റു അനേകർ നിന്നെ പുകഴ്ത്തിക്കൊണ്ടിരുന്നാലും, നിന്റെ ഈ അവസ്ഥയിൽ ഗർവമുണ്ടായി വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വീണുപോകുവാനുള്ളതായ സാഹചര്യമുണ്ട് എന്ന് നാം പ്രത്യേകാൽ മനസ്സിലാക്കണം. So we need to hold on the positions. Even if you have beauty, if you have wisdom, give glory to God instead of having the proud and hatred hat in your life. നിന്റെ ജീവിതത്തില് നിഗളമുണ്ടാകാതെ ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യത്തെയും, ദൈവം തന്നിരിക്കുന്ന ജ്ഞാനത്തെയും, ദൈവം തന്നിരിക്കുന്ന സമ്പത്തിനെയും ഓർത്ത് നിഗളിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് 16ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ,
sin and iniquity were discovered in Satan. ഇങ്ങനെ ജ്ഞാനസമ്പൂർണനായിരുന്നവൻ, അതെ, ആ 15-ാം വാക്യത്തിൽ he was created perfect and remained perfect until sin entered him. അവിടെ വായിക്കുകയാണ്, സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിഷ്കളങ്കരായി, പാപമില്ലാത്തവരായി ഒക്കെ നമുക്കായിരിക്കാൻ കഴിയും. പക്ഷെ നീതികേട് കാണിച്ചാൽ, ചിന്തിക്കേണ്ടാത്തത് ചിന്തിച്ചാൽ, നാം പോകേണ്ടാത്തത് പോയാൽ, ചെയ്യേണ്ട അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്താൽ, അത് നമ്മളെ കുറിച്ച് പറയുന്നത് ആ സ്ഥാനത്തുനിന്ന് പാപം നിന്നിൽ കണ്ടാൽ നിന്നെ ആ ഭാഗത്തുനിന്ന് മാറ്റിക്കളയും എന്നുള്ളതാണ്. 16-ാം വാക്യത്തില് അവനിൽ പാപവും അതിക്രമവും കണ്ടു എന്ന് വായിപ്പാൻ തക്കോണം കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. He was cast out from the presence of God in heaven. ജ്ഞാനസമ്പൂർണനായിരുന്നിട്ടും സൗന്ദര്യപൂർണനായിരുന്നിട്ടും ആ സകലവിധമായ രത്നങ്ങൾ കൊണ്ടും മൂടപ്പെട്ടവനായിരുന്നിട്ടും അവന്റെ സ്ഥാനത്തുനിന്ന് ദൈവം അവനെ നീക്കിക്കളഞ്ഞു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന എല്ലാവരും വളരെ ഭയത്തോട് വേണം ദൈവവചനം കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതും. നാം നമ്മുടേതായ ആ ദൈവിക പാന്താവ് വിട്ട് ഏതെങ്കിലും നിലയിൽ സഞ്ചരിച്ചാൽ നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ ജ്ഞാനമോ, നമ്മുടെ സമ്പത്തൊന്നും ദൈവം നോക്കുകയില്ല. നമ്മെ സ്ഥാനത്തു നിന്ന് നീക്കിക്കളയും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആ വിഷയം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകനും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് എന്താണ് സംഭവിച്ചതെന്ന് ആ ഭാഗത്ത് നമുക്ക് വായിപ്പാൻ തക്കണം കഴിയും. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 17 ഭാഗങ്ങൾ കൂടെ നമുക്ക് ഇന്ന് വായിച്ചതായ എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 17 വാക്യം കൂടെ വായിക്കാം. കർത്താവിന് മഹത്വം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാവും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്കും തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയും. തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് കഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനെയല്ലോ എന്ന് നിരൂപിക്കും. കർത്താവിന് മഹത്വം. We see a description about Satan over that part. Verse 12 again, he was called Lucifer, the son of the morning. അരുണോദയ പുത്രനായ ശുക്രൻ എന്നായിരുന്നു അവന്റെ ആ പേര് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതാണ് ചോദിക്കുക, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് ആ നിലത്ത് വീണു? 13-14 വാക്യങ്ങൾ, verse 13 and 14. His pride led him to desire to be like the most high God. അവന്റെ ഉള്ളിലുണ്ടായ നിഗളം നിമിത്തം, അഹംഭാവം നിമിത്തം, ആ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിനു മുകളിൽ അവന്റെ സ്ഥാനം വയ്ക്കുമെന്ന് ഉള്ളതായ ആഗ്രഹം അവന്റെ സ്ഥാനത്ത് നിന്ന് നീക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ശോഭിച്ചിരുന്നവന്റെ അവസ്ഥയെക്കുറിച്ച് 15-ാം വാക്യം, we see how excellence was he in the presence of God. But in verse 15 says that his destiny is mentioned as being held down to the sides of the pit. അഗാധ കൂപത്തിലേക്കുള്ളതായ ഗർത്തത്തിലേക്ക്, നരകത്തിലേക്ക് അവനെ അന്ത്യമായി അയക്കും. അവിടെ ആയിരിക്കും അവന്റെ അവസാനമെന്ന് അവിടെ ആ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്യുകയാണ്.
അവന്റെ അന്ത്യം എന്ന് പറയുന്നത് നാശകൂപത്തിൽ, ആ ഗർഭത്തിൽ അവനായിത്തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് സിൻസ് Satan has been cast out of heaven, he now makes his abode in the air. ആ സ്വർഗസ്ഥലങ്ങളിൽ ആയിരുന്നവൻ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടതു മുതൽ അവന്റെ വാസം ഈ അന്തരീക്ഷത്തിൽ, വായുവിൽ അവൻ സഞ്ചരിക്കുന്നു. ആ ആകാശമണ്ഡലത്തിൽ നിന്ന് അവന് താഴേക്ക് വന്നു എന്ന് നമുക്ക് വായിപ്പാൻ കൊണ്ട് കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 2. ദൈവത്തിന് മഹത്വം. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നു. മുൻപ് ദൈവമക്കളാകാത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. അവൻ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചും ആകാശത്തിലെ ശക്തിക്ക് അനുസരിച്ചും അതിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോയിരുന്നു. സ്വർഗസ്ഥലങ്ങളിൽ വാസം ചെയ്തുകൊണ്ടിരുന്നായ ആ ദൂതൻ വെട്ടേറ്റ്, അരുണോദയ പുത്രനായ ശുക്രൻ വെട്ടേറ്റ് താഴേക്ക് വന്നപ്പോൾ അവന് ലഭിച്ചത് ഈ വായുമണ്ഡലം അവന്റെ അധിവാസ കേന്ദ്രമായി തീർന്നു. അത് ദുഷ്ടാത്മ സേനകൾ ഇവിടെ വിരഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഇയ്യോബിന്റെ പുസ്തകവും സക്കറിയ പ്രവചനവും പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നതായ ആ ഒരു വിഷയം, സാത്താന് പരിമിതമായ നിയന്ത്രിക്കപ്പെട്ടതായ സമയങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ എത്തുവാനുള്ളതായ ആ അവകാശവും അധികാരവും ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇയ്യോബ് അക്കോർഡിംഗ് ടു ജോബ് ചാപ്റ്റർ 1 verses 6 to 12 and book of Zechariah chapter 3 verse 1, അവിടെ Satan still has a limited access to heaven to accuse the brethren. തന്റെ സഹോദരങ്ങളെ കുറിച്ച് അഥവാ നമ്മളെ കുറിച്ച് അപവാദം പറയുവാൻ ദൈവ സന്നിധിയിൽ പിശാചിന് നിയന്ത്രിക്കപ്പെട്ടതായ ലിമിറ്റഡ് ടൈമിൽ, പരിമിതമായ സന്ദർഭങ്ങളിൽ ചെല്ലുവാനുള്ളതായ അവകാശവും അധികാരവും ഉണ്ട് എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 12 ഭാഗങ്ങൾ കൂടെ വായിക്കാൻ. കർത്താവിന് മഹത്വം. ഒരു ദിവസം ദൈവോത്തരമായ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന് മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തെളിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇത് അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്തെന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. കർത്താവിന് മഹത്വം. നാം അവിടെ വായിക്കുന്നത് ദൈവപുത്രന്മാർ അവിടെ നിന്നപ്പോൾ സാത്താനും അവരുടെ കൂടെ ചെന്നു. അപ്പോൾ സാത്താനോട് ദൈവം, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അപ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ഇയ്യോബിന്റെ മേലും ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ ഈ ഭൂമിയിലൊക്കെ ഊടാടി നടക്കുമ്പോൾ നമ്മുടെ മേലൊക്കെ അവന്റെ ദൃഷ്ടി ഉണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. നാം അറിയാതെ നമ്മളെ കുറ്റം ചുമത്തുവാൻ ദൈവസന്നിധിയിൽ ഇവൻ കടന്നു ചെല്ലും. നാം ദൈവമക്കളെന്ന് ഇരിക്കുകയും പാപം ചെയ്യുമ്പോൾ, പാപത്തിൽ വീണുപോകുമ്പോൾ, നാം ചെയ്യരുതാത്തത് ചെയ്യുമ്പോൾ നാം മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പേ സാത്താൻ അതറിയുകയും ആ വിഷയവുമായി ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് നമ്മളെക്കുറിച്ച് കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നതായ ജോലിയാണ് സാത്താൻ ഉള്ളതെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സക്കറിയാവിന്റെ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെയും ഈ സാത്താനെ കുറിച്ച് കാണുവാൻ കഴിയും. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ
യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവരുടെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ദൈവത്തിന് മഹത്വം. യഹോവ സാത്താനോട് എന്ന് പറഞ്ഞ് താഴോട്ട് വായിക്കുന്നു. അപ്പോൾ അവിടെ യോശുവയെ കുറിച്ച് അതേ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വിഷയമാണ് താഴോട്ട് വായിച്ചു വരുമ്പോൾ പറഞ്ഞു കുറ്റം ചുമത്തുവാൻ. അപ്പോൾ അതേ നമ്മുടെ വസ്ത്രത്തിൽ അതേ നമ്മളെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ ആ അങ്കി ധരിപ്പിച്ച് ആ ദൈവമക്കളാക്കി തീർത്തു. പക്ഷെ അതിലെന്തെങ്കിലും മുഷിവ് സംഭവിച്ചാൽ, അഴുക്കു പറ്റിയാൽ ഉടനെ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അതേ പിശാച് തയ്യാറായി നിൽക്കുന്നു എന്നുള്ള കാര്യവും നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആരും കാണുന്നില്ലെന്ന് നമ്മൾ ചിന്തിച്ചാലും നമ്മെ കാണുന്ന ദൈവത്തിന്റെ കണ്ണുണ്ട്. അപ്പോൾ തന്നെ നമ്മെ കാണുന്ന പിശാചുമുണ്ട്. ആ കുറ്റം ദൈവത്തിൽ എന്ന് പറഞ്ഞ അതേ നമുക്ക് വേണ്ടി അതേ നമ്മളെ അപവാദം പരത്തുവാൻ, അതേ നമ്മളെ കുറിച്ച് കുറ്റം പറയുവാൻ അവൻ ദൈവസന്നിധിയിൽ എത്തുന്നു എന്നുള്ള കാര്യവും നാം ഓർത്തിരിക്കണം. ദിസ് പവർ മേ കണ്ടിന്യൂ until the fulfillment of book of Revelation chapter 12 verse 10. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കുന്നത് വരെ ഈ പിശാച് ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് അവന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന കാര്യം നാം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ദൈവത്തിന് മഹത്വം. കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞിട്ടുള്ളൂ. അവർ കർത്താവായ യേശു ക്രിസ്തു രാജ്യം സ്ഥാപിക്കുമ്പോൾ പിശാചിന് അന്തം വരുന്നു. നമ്മെ രാപ്പകൽ അത് കുറ്റം ചുമത്തുന്ന അപവാദം പറയുന്ന പിശാചിനെ കർത്താവിന്റെ രാജ്യസ്ഥാപനം വരെ അത് ഊടാടി സഞ്ചരിച്ച് നമുക്ക് ചുറ്റും നടന്ന് അപവാദം പറയുന്ന സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം നാം വിശിഷ്യ മനസ്സിലാക്കണം. ദൈവമക്കളായി കഴിയുമ്പോഴാണ്. അവന്റെ കൂടെ നടക്കുന്ന കാലത്ത് അവൻ ആരോട് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ദൈവമക്കളായിത്തീർന്നവർ വീണ്ടും അവന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ തുടങ്ങിയാൽ അതെല്ലാം അവൻ തന്നെ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മെ അവന്റെ സന്നിധിയിലേക്ക് അവന്റെ പൂടിയിലേക്ക് ആക്കിയെടുക്കുവാനുള്ള പരിശ്രമം അവൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. അപ്പോൾ സാത്താന്റെ ഉത്ഭവം യെശയ്യാ പ്രവചനം അതിന്റെ 12-ാം അധ്യായത്തിലും എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിലും അവന്റെ ആരംഭത്തെ കുറിച്ച് സ്വർഗത്തിലായിരുന്നവൻ, വളരെ ശ്രേഷ്ഠതയുണ്ടായിരുന്നവൻ, അവിടെ നിന്ന് വീണ് ഈ ഭൂമിയിലേക്ക് വീണ് ഇപ്പോൾ ഇവിടെ അവന്റെ വാസസ്ഥലമായിരിക്കുന്നു. ആകാശ മണ്ഡലത്തിലാണ് അവൻ വസിക്കുന്നത്. അതേ അവസാനം വെളിപ്പാട് പുസ്തകം വായിക്കുന്നത് അവനെ അകാല കൂപത്തിലേക്ക് തള്ളിക്കളയും എന്നുള്ള വസ്തുത ദൈവത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ സ്വഭാവങ്ങൾ എന്താണ്? നാം അത് ഗ്രഹിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ സ്വഭാവങ്ങൾ, സാറ്റൻസ് ക്യാരക്ടർ. ഒന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 19. ദൈവത്തിന് മഹത്വം. രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരിയെ വിതയ്ക്കപ്പെട്ടത്. അപ്പോൾ വിത്ത് വിതയ്ക്കുവാൻ പോയ ഉപമകർത്താവ് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ വീഴുന്ന വിത്ത് അത് എടുത്തു കളയുന്നായ സാത്താൻ. The devil steals the word of God from the hearts of hearers. അത് ഏതെങ്കിലും ഉള്ളിൽ ദൈവവചനം വീണാൽ അതിനെ എടുത്തു കളയുന്ന, മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയായതുകൊണ്ട് അവനെ കള്ളനെന്ന് സംബോധന ചെയ്തിട്ടുണ്ട് ദൈവവചനത്തിൽ. ഹീസ് എ തീഫ്. അവൻ എന്താ മോഷ്ടിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വീഴുന്ന ദൈവവചനം അവനെ അപഹരിച്ചു കളഞ്ഞിട്ട് നാം വിശ്വാസത്തിൽ വരാതെ, നാം ദൈവവചനത്തിൽ ഉറയ്ക്കാതെ,
നമ്മെ വീഴ്ത്തിക്കളയുവാൻ നമ്മളിൽ നിന്ന് അവൻ മോഷ്ടിക്കുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു. സോ വൺ ഓഫ് ഹിസ് ക്യാരക്ടർ ഈസ് സ്റ്റീലിംഗ്, എസ്പെഷ്യലി ദ വേർഡ്സ് വിച്ച് ഇസ് ഫെൽ ഓൺ ദി ഗുഡ് ഗ്രൗണ്ട്. നല്ല നിലത്ത് വീഴുന്ന വിത്തുകളൊക്കെ അവൻ കൊത്തി തിന്നുകളയും, അവൻ എടുത്തുകളയും. അവന്റെ സ്വഭാവമാണ് കളൻ എന്ന അഥവാ കവർച്ചക്കാരൻ എന്ന ആ സ്വഭാവം. രണ്ടാമതായിട്ട് നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം. 2 Corinthians chapter 11 verse 3. അവിടെ എന്താണ് അവന്റെ സ്വഭാവം എന്ന് അതേ വിശദമായിട്ട് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുയേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നോക്കിയേ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെയും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉപായത്താൽ നമ്മെ വീഴ്ത്തി ദൈവകൃപയിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് നമ്മെ വീഴ്ത്തിക്കളയുവാൻ അവൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അപ്പോൾ ഉപായിയാണ് ഈ സബ്റ്റൈൽ. Satan beguiled Eve as the serpent beguiled Eve through his subtlety. അവന്റെ ആ ഉപായം നിമിത്തം, കൗശലം നിമിത്തം അതേ ഹവ്വായെ വീഴ്ത്തിക്കളഞ്ഞതുപോലെ നേരെ വന്നല്ല പിശാച് നമ്മെ വീഴ്ത്തുന്നത്. കുബുദ്ധി ഉപയോഗിച്ച് അതേ ഉപായത്താൽ അനേകരെ വീഴ്ത്തിക്കളഞ്ഞു. അനേക വിശുദ്ധന്മാർ അതേ വിശുദ്ധിയിൽ നിന്ന് വീണുപോയി. അനേക കർത്തദാസന്മാർ വിശുദ്ധിയിൽ നിന്ന് വീണുപോയി. അനേക ദൈവമക്കൾ വിശുദ്ധിയിൽ നിന്ന് വീണുപോയി. അറിഞ്ഞുകൊണ്ടല്ല, ഉപായത്താൽ അവൻ ചതിച്ചു. അതുകൊണ്ട് ഉപായത്താൽ അവന്റെ ചതിയിൽ വീണു പോകാതിരിപ്പാൻ നാം സൂക്ഷിക്കേണ്ടത് ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഉപായത്താൽ നമ്മെ ചതിക്കുന്ന സ്വഭാവം, അത് മോഷ്ടാവ് എന്ന നിലയിൽ അത് അവന് പേര് മോഷ്ടാവ്, കളൻ എന്ന പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ he is a murderer, your father the devil is a murderer, he was a murderer from the beginning. അവൻ കുലപാതകനാകുന്നു, ആദ്യം മുതലേ അവൻ കുലപാതകനാകുന്നു എന്ന് അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവന് അത് കള്ളൻ എന്ന പേരുണ്ട്, അവര് ആ ഉപായത്താൽ ചതിക്കുന്നവൻ എന്ന പേരുണ്ട്, കൊലപാതകൻ മർഡർ എന്ന ആ പേരുണ്ട്. യോഹന്നാൻ 8:44 വായിക്കുമ്പോൾ ഹീസ് എ ലയർ, അവന് അത് കള്ളം പറയുന്നവനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. When Satan speaks a lie, he speaketh of his own, for he is a liar and the father of it. അവൻ അളവിന്റെ അപ്പനാകുന്നുവെന്ന് ആ ഭാഗത്ത് വായിപ്പാൻ കഴിയുന്നുണ്ട്. അവൻ നേര് സംസാരിക്കുകയില്ല, കള്ളം മാത്രം പറയുന്നു. അവന് തന്നെ കള്ളം പറയുന്നു എന്നൊക്കെ നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു സ്വഭാവം അവൻ്റെത് വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു. ഹി ഈസ് എ ഡിസീവർ ആൻഡ് സാറ്റൻ വിച്ച് ഡിസീവർ ദ ഹോൾ വേൾഡ്. സകല ലോകത്തെയും ചതിക്കുന്നവൻ, അതെ ചതിയൻ എന്ന പേരവനുണ്ട്. ദൈവത്തിന് മഹത്വം. സാത്താന്റെ പേര് ചതിയൻ, അതെ വഞ്ചകൻ അഥവാ കള്ളൻ, അഥവാ കള്ളം പറയുന്നവൻ, കുലപാതകൻ, അത് ഉപായത്താൽ ചതിക്കുന്നവൻ, അതുപോലെ തന്നെ മോഷ്ടാവ് എന്നിത്യാദി പേരുകൾ അവന് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക പേരുകൾ ഉണ്ട്. സാറ്റാൻസ് ടൈറ്റിൽസ്, അവന് കൊടുത്തിരിക്കുന്ന തലക്കെട്ടുകൾ എന്താണെന്ന് തിരുവചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 13 മുതൽ 15 വാക്യങ്ങൾ വായിക്കാം. 2 Corinthians chapter 2 verses 13 to 15. There we see a title given to Satan. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും വായിച്ച കാര്യങ്ങൾ ഒരാൾ വായിച്ച രണ്ടുപേരും പോയി. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ 13 മുതൽ വായിച്ചാൽ
2 കൊരിന്ത്യർ എന്റെ സഹോദരനായ തീത്തോസിന് കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മെക്കദോനിലേക്ക് പുറപ്പെട്ടു. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്ക് ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ആ വാക്യമല്ല, അവിടെ നമുക്ക് വായിപ്പാൻ കഴിയും. ഹീസ് ആൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ്. വെളിച്ചദൂതൻ എന്ന ഒരു പേര് അവന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ റെഫറൻസ് തെറ്റിപ്പോയി, ആ റെഫറൻസ് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. ഹീസ് ആൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ്, അത് വെളിച്ചദൂതൻ എന്ന പേരാണ്. ഫോർ സാറ്റൻ ഹിംസെൽഫ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻടു ആൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ്. വെളിച്ചദൂതൻ എന്ന ആ പേരാണ് അവന് കൊടുത്തിരിക്കുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഹീസ് എ റോറിംഗ് ലയൺ, അത് അലറുന്ന സിംഹം എന്ന പേരവന് കൊടുത്തിരിക്കുന്നു. യുവർ അഡ്വേഴ്സറി ദ ഡെവിൾ ഈസ് എ റോറിംഗ് ലയൺ വാക്കത്ത് അബൌട്ട് സീക്കിംഗ് ഹും ഹി മേ ഡിവോർ. ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ട് അലറുന്ന സിംഹം പോലെ നടക്കുന്നു. അപ്പോൾ അലറുന്ന സിംഹം എന്ന പേര് അവന് കൊടുത്തിട്ടുണ്ട്. എഫേസ്യർ 2:2 വായിക്കുമ്പോൾ ഹീസ് ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദി എയർ, ഈ ലോകത്തിന്റെ അധിപതി എന്ന് അവന് സംബോധന ചെയ്തിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം 13-ാം വാക്യത്തിൽ ഹീസ് ദ പവർ ഓഫ് ദ ഡാർക്ക്നെസ്, അന്ധകാരത്തിന്റെ ശക്തി എന്നവനെ വിളിക്കുന്നു. ഡെലിവേർഡ് us from the power of darkness and has translated us into the kingdom of his dear son. അന്ധകാരത്തിന്റെ അധിപതിയിൽ നിന്നും അതേ നമ്മെ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിൽ നമ്മെ അവകാശികളാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആൻഡ് വെളിപ്പാട് ദിവസം 12:2 വായിക്കുമ്പോൾ ഹി ഈസ് ദ ഗ്രേറ്റ് ഡ്രാഗൺ, ദ സെർപ്പന്റ്, ദ ഡെവിൾ, സാറ്റൻ. അതേ പഴയ പാമ്പെന്ന് അതേ അവന് പേരുണ്ട്. അതേ ദുഷ്ടനായ പിശാചെന്ന്, സാത്താൻ എന്നീ പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. അതേ യോഹന്നാൻ 14:30 വായിക്കുന്നു ഹി ഈസ് ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ അധിപതി എന്ന അതേ സംബോധന അവനെ കുറിച്ച് അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം വാക്യത്തിൽ ഹി ഈസ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ദൈവം എന്ന അതേ പേരവനുണ്ട്. ഈ ലോകത്തിന്റെ ആ ദൈവം എന്ന വാക്ക് അഥവാ ആ പേരവന് കൊടുത്തിട്ടുണ്ട്. ഇൻ ഹൂം ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് ദം വിച്ച് ബിലീവ് നോട്ട്. അതേ വിശ്വസിക്കാതെ മനുഷ്യരുടെ മനസ്സിനെ കുരുടാക്കി കളയുന്ന ഈ ലോകത്തിന്റെ ആ ദൈവം, അത് വിശ്വസിക്കാതെ കർത്താവിനെ കുറിച്ച് കേട്ടാൽ അത് വിശ്വസിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണിനെ അഥവാ മനസ്സിനെ ആ കുരുടാക്കി അന്ധത പിടിപ്പിക്കുന്ന അവസ്ഥയെക്കുറിച്ചും നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വെളിപ്പാട് 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അതേ 11-ാം വാക്യത്തിൽ ഹി ഈസ് ദ കിങ് ഓഫ് ദി ബോട്ടംലെസ് പിറ്റ് ഹൂസ് നെയിം ഇൻ ദ ഹീബ്രു ഈസ് അബ്ദാൻ. അതേ അവിടെ വായിക്കുന്നത് അതേ അഗാധ കൂപത്തിന്റെ രാജാവായി അതേ അവനായിത്തീരുന്ന അവസ്ഥ. ഇങ്ങനെ വിവിധമാർന്ന പേരുകൾ നമുക്ക് സാത്താന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ നാം കർത്താവ് വരുവാൻ താമസിച്ചാൽ തുടർന്ന് അടുത്ത ആഴ്ചയിൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേക ദൈവമക്കളുടെ ബന്ധത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനത്തെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നാം ക്രിസ്തുമസ് ആഴ്ചയിൽ നാം വന്നിരിക്കുകയാണല്ലോ. ഈ ക്രിസ്മസ് ആഴ്ചയിൽ നാം മറ്റുള്ളവരോട് എങ്ങനെ കരുണയുള്ളവരായിരിക്കണം എന്നതിനെ കുറിച്ച് അല്പം ചിന്തിക്കുവാൻ, അടുത്ത ചില നിമിഷങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജീവിക്കുന്നവർ ഇനി ഞങ്ങൾക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ കരുണയുള്ളവരായിരിക്കണമെന്ന
വിഷയത്തെക്കുറിച്ച് അത് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ വലിയ സത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരേണ്ടതിന്, ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടിയാകുന്നു യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ആയതിനാൽ നാം നമ്മുടെ സ്വന്തം കാര്യങ്ങളെ മാത്രം നോക്കുന്ന സ്വഭാവത്തെ മറന്ന് എത്രത്തോളം നാം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായി ജീവിക്കണമെന്ന ആ ചിന്തയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലൊരു ഗവൺമെന്റ് ഓഫീസർ ഒരു മനോരോഗ ആശുപത്രി സന്ദർശിക്കുവാൻ പോയി. അവിടെയുള്ള രോഗികൾ 100% മനോരോഗം ബാധിച്ച മനുഷ്യരും 50% മനോരോഗം ബാധിച്ച മനുഷ്യരും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വളരെ നേരം വിശ്രമ സമയം അവർ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഓഫീസർ അവരോട് മഴയിനാലും കൊടുങ്കാറ്റിനാലും കഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ വരുമോ എന്ന് ചോദിച്ചു. ധാരാളം പേർ വരുമെന്ന് ആ ഓഫീസർ ചിന്തിച്ചു. എന്നാൽ അവരിൽ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. അപ്പോൾ മനസ്സിലായി, ഇവരെല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ അനുഭവിപ്പാൻ അറിയാത്തവരെന്ന്. അതൊരു വളരെ യാഥാർത്ഥ്യമാണ്. നാം നമ്മുടെ മാത്രം കാര്യം നോക്കി അത് ജീവിക്കുന്നവരാണ് നമ്മൾ പലരും. മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്തെന്ന് അത് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ദൈവമക്കളെ, ഈ വിശേഷമായ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വാർത്ഥതയുള്ള സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ദരിദ്രരും സാധുക്കളുമായ മക്കളെ, അവരുടെ ക്ഷേമം അന്വേഷിച്ച് അവരെ സ്നേഹിച്ച് അവരെ സഹായിക്കുവാൻ സമയത്തെയും പണത്തെയും ചിലവാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുമസ് നാളിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വീട്ടുകാർക്ക് മാത്രം കാര്യങ്ങൾ നോക്കാതെ അത് ഈ സന്തോഷത്തിൻ്റെതായ ദിനങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ലോകത്തിൽ ശിശുവായി പിറന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നിങ്ങൾ വചനത്തിൽ നിന്ന് വായിച്ച് ധ്വനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവല്ലോ. ആകിയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരിക്കൽ യേശു ക്രിസ്തുവിനരികിൽ വളരെ സമ്പത്തുള്ള ഒരു മനുഷ്യൻ വന്നു. അവൻ സ്വാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നാലും യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. ദൈവമക്കളെ, ലോകപ്രകാരമുള്ള ഐശ്വര്യത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്നുള്ള ഐശ്വര്യത്തെ മേന്മയായി നാം കാണേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആഴമേറിയ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യൻ അവരുടെ സമ്പത്തുക്കളെ പരലോകത്തില് ദൈവരാജ്യത്തിന് ഉതകുന്ന വിധത്തിൽ അത് ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ മർക്കോസ് 10:23 വായിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. നാം സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ സമ്പത്തിൽ മാത്രം നീ കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്റെ ജീവിതം അതിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നാൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ വളരെ ബുദ്ധിമുട്ടാകുന്നു എന്ന് നമുക്കവിടെ വായിപ്പാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഞാനെന്ന ഭാവത്തോടെ സംസാരിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് അവന്റെ ജനനത്തിൽ
സന്തോഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് നാം ഈ ക്രിസ്തുമസിൽ സന്തോഷിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മൾ നിറയണം. ക്രിസ്തുവിന് ഞാൻ എന്ന ഭാവം ഉണ്ടായിരുന്നു എങ്കിൽ സ്വർഗരാജ്യം വിട്ട്, അഥവാ സ്വർഗീയ ആ സന്തോഷം വിട്ട് അത് താണലോകത്തിലേക്ക് വരികയില്ലായിരുന്നു. അവൻ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എന്നാൽ ഭൂമിയിൽ നമ്മോടുള്ള സ്നേഹത്താൽ അവൻ പരലോക രാജ്യം, ദൈവരാജ്യം നമുക്കായി ആ തുറന്നു തന്നു എന്ന് തിരുവനന്തപുരത്ത് വായിപ്പാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. യേശു സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവീതിയിലൂടെ നടക്കുന്നതിനെ ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ ചെളിയും മണ്ണും നിറഞ്ഞതും മലകളും കുന്നുകളും ഉള്ളതായ പല ദുർഘട വഴികളിലൂടെയും നടന്നു. ദൈവദൂതന്മാരുള്ള ആരാധനകളെ ഗണ്യമാക്കാതെ പരീശന്മാരുടെയും സദൂക്യരുടെയും കുറ്റപ്പെടുത്തലുകളും സഹിക്കേണ്ടി വന്നു. യേശുവിന്റെ ജീവിതം ഞാൻ എന്ന ഭാവമില്ലാത്ത ജീവിതമായിരുന്നു. എന്നാൽ അവന്റെ സ്നേഹമോ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ച സ്നേഹമായിരുന്നു. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ദരിദ്രരെ സഹായിക്കേണ്ടതും ആവശ്യമാണ്. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ഒരു രാത്രി തന്റെ സ്നേഹിതനുമായി മഞ്ഞു നിറഞ്ഞ ടിബറ്റ് മലയിലെ താഴ്വാരത്തിലേക്ക് ഒരു ഗ്രാമത്തെ നോക്കി വേഗമായി പോയിക്കൊണ്ടിരുന്നു. മഞ്ഞു പൊഴിഞ്ഞുകൊണ്ടിരുന്നതിനാൽ താങ്ങുവാനാകാത്ത തണുപ്പും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഉഷ്ണമുള്ളതും സുരക്ഷിതവുമായ സ്ഥലത്തെത്തിയാൽ മാത്രമേ ജീവൻ നിലനിർത്തുവാൻ സാധിക്കുള്ളൂ എന്ന ഒരവസ്ഥ അവർക്കുണ്ടായി. അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ വഴിമധ്യേ ഒരു മനുഷ്യൻ തണുപ്പ് താങ്ങാനാവാതെ ജീവന് വേണ്ടി പോരാടുന്നത് കാണുവാനിടയായി. ഉടനെ സാധു സുന്ദർ സിംഗ് എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിച്ച തന്റെ തോളിൽ ആ മനുഷ്യനെ ചുമന്നുകൊണ്ട് നടക്കുവാൻ തുടങ്ങി. എന്നാൽ കൂടെ വന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോ, ഞാൻ പെട്ടെന്ന് പോകട്ടെ, എന്റെ ജീവൻ രക്ഷിക്കുന്നത് എനിക്ക് വലിയ കാര്യം, പിന്നെ ഇനി വേറൊരു മനുഷ്യൻ എന്തിന് ചുമന്ന് നടക്കണം, ഇപ്രകാരം പറഞ്ഞിട്ട് ആ മനുഷ്യൻ വേഗമായി നടന്ന് നീങ്ങി. തോളിൽ കിടന്ന ആ മനുഷ്യന് ബോധം വന്നപ്പോൾ, സഹോദര, നിങ്ങൾ എന്നെ ചുമന്നപ്പോൾ നിങ്ങളുടെ ശരീരത്തോടെ എന്റെ ശരീരവും ചേർന്നതിനാൽ നിങ്ങളിലുള്ള ചൂട് എനിക്കും അനുഭവപ്പെട്ടു. അങ്ങനെ എന്റെ ജീവനെ നിങ്ങൾ രക്ഷിച്ചുവല്ലോ, ഇനി ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ സാധു സുന്ദർ സിംഗിനെ ചുമന്ന് കൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ രണ്ടുപേരും മാറി മാറി തങ്ങളെ ചുമതതിനാൽ ജീവന് ഒരബദ്ധം വരാതെ പെട്ടെന്ന് ഉദ്ദേശിച്ചിരുന്ന ഗ്രാമത്തിൽ വന്നു ചേരുവാനിടയായി. എന്നാൽ അവരെ വിട്ടുപിരിഞ്ഞ വന്ന കൂട്ടുകാരനോ തണുപ്പ് സഹിക്കാനാവാതെ വഴിയിൽ വെച്ച് മരിച്ചുപോയി. ഞാനെന്ന ഭാവം ഇല്ലാത്ത മനുഷ്യരെ ഇരുമ്പ് പൊടികളെ അതിനോട് ചേർക്കുന്ന കാന്തത്തെ പോലെ ആത്മാക്കളെയും തന്നോട് അടുപ്പിക്കുന്നു. എന്നാൽ സുഖഭോഗ ജീവിതമോ രോഗങ്ങളെയും ബലഹീനതകളെയും മരണത്തെയും തന്നോട് ചേർക്കുന്നു. ഈ ലോക സുഖഭോഗങ്ങളെ നോക്കുന്നവർ രോഗങ്ങളെയും ബലഹീനതകളെയും മരണത്തെയും തന്നോട് ചേർക്കുമ്പോൾ, അതേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ, തന്റെ ജീവനെ രക്ഷിപ്പാൻ നിശ്ചയിപ്പിക്കുന്നവൻ അതിനെ കളയുമെന്ന് യേശു പറഞ്ഞത് നാം അത് എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് റോമാലേഖനം 14:7-9 ഇങ്ങനെ വായിക്കുന്നു, നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ ആയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ നന്മ കൂടെ അന്വേഷിച്ചുകൊണ്ട് അതേ സാത്താന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകാതെ മുൻപ് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. ഞങ്ങൾ കൽപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. പ്രളയനായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇവിടെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ ദൈവിക സന്തോഷം മറ്റുള്ളവരോട് പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക സ്നേഹത്തിലേക്ക് സാത്താന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രളയെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണം. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബുധനാഴ്ചയുടെ സന്ധ്യാസമയം പതിവ് പോലെ
ദൈവവചന പഠനത്തിനായി ദൈവം നമുക്ക് ഒരുക്കി തന്ന വലിയ ദിവസത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസനോട് പിശാചിനെ കുറിച്ചും അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പാൻ തക്ക വേണ്ടിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിന്ന് ഹല്ലേലൂയ ജയകരമായ ക്രിസ്തുവിനെ നയിപ്പാൻ നമുക്ക് ഇടയാക്കി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വലിയ സമയത്തിനായി സ്തോത്രം. തിരക്കേറിയ പട്ടണത്തില് ഹല്ലേലൂയ ലോകത്തില് ദൈവത്തിന് സ്തോത്രം. വ്യത്യാസങ്ങൾ കൊണ്ട് ദൈവന പഠനത്തിനായി ഞങ്ങൾക്ക് നൽകി തന്ന വലിയ ദിവസത്തിനായി സ്തോത്രം സ്തുതിക്കുന്നു. അത് വ്യവഹാരം പഠിപ്പാൻ കർത്താവിന്റെ വലിയ ദാസൻ ഞങ്ങളുടെ മധ്യേ ഇന്ന് സന്ധ്യാസമയം ഉപയോഗിച്ചതിന് ആ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ആധികാരികമായി അവനത്ത് പഠിപ്പാൻ തക്കവണ്ടിയായി തീർന്നല്ലോ. പിശാചിനെ കുറിച്ചും അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിപ്പാൻ തക്കവണ്ടിയായി തീർന്നു. തന്ത്രങ്ങളെ എതിർത്ത് നിന്ന് ജയകരമായ ക്രിസ്തുവിനെ നയിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപയുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബമായി മാനിക്കുമാറണമേ. ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറണമേ. വനത്തിന് ആഴത്തിലേക്ക് ഇറക്കണമേ. വരും ദിവസങ്ങളിലും അടുത്ത ഒരു താമസമെങ്കിൽ ദൈവത്തിന് സ്തോത്രം മന പഠിപ്പാൻ തക്കൊണ്ട് ദാസനെ കരുങ്ങൾ ഉപയോഗിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ എല്ലാ ആത്മീയ സൂക്ഷികളെയും ഭൗതിക മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. പാട്ട് പാടിയ യോസഫിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദാസെ കുടുംബമായി മാനിച്ചാട്ട്. തലമുറകളെ അനുഗ്രഹിച്ചാട്ട്. ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ തക്കണം വീണ്ടും കൃപ കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി ഭൗതികമായി മാനസികമായി ശരീരമായി വേണ്ട ഒക്കെയും സ്വർഗം നൽകിയവരെ മാനിച്ചാട്ട്. കർത്താവിൻ ദാസിക്കായി സ്തോത്രം. ഇവരെയും കുടുംബമായി മാനിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പൈസയോട് ഹല്ലേലൂയ. പ്രേരണ എത്രത്തോളം അവിടുന്ന് മാനിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് സന്ധ്യാസമയവും അത് വലിയ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രേരണായിരിക്കാൻ തക്ക നിങ്ങൾക്ക് നൽകി തന്നവർക്കായി സ്തോത്രം. പ്രേരണായിരുന്ന എവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. എവരെയോട് അനുഗ്രഹിക്കണമേ. രാത്രികാലം കേൾക്കപ്പെട്ട വചനം ഹൃദയത്തിൽ ക്രിയുവാൻ പരിശുദ്ധാത്മാ ഹൃദയങ്ങളോട് വായിച്ചുകൊണ്ടിരിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന സൈമനെ കുടുംബമായി മാനിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. പൈസറോട് ഹല്ലേലൂയ. സർവ്വമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കർണോട് കേട്ട് ക്രൂരത്തരമുള്ളണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. രാത്രികാലവും അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ ഡോക്ടർ മാത്തുക്കുട്ടി സാമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവനും ഈ പ്രയർ ലൈനിൽ അനുഗ്രഹിക്കപ്പെട്ട വചനം പറയുവാൻ തക്കവണ്ണം ബുധനാഴ്ച തോറും കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചുകൊണ്ടിരുന്നത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ വർഷത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് വന്നിരിക്കുകയാണല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ഓരോ സെഷനുകളും നടത്തുന്നവർ, ലീഡ് ചെയ്യുന്നവര്, ഹല്ലേലൂയ, വചനം പറയുന്നവര്, പാട്ട് പാടുന്നവര്, ഇതിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം മനോഹരമായ ഗാനം പാടിയതായ പ്രിയ സഹോദരി സിസ്റ്റർ ലിൻഡ ജോസഫിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്ന ദൈവമായ കർത്താവ് ദാസി അനുഗ്രഹിക്കട്ടെ. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. പ്രിയ തങ്കച്ചാനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെയും ദിവസങ്ങൾ അനുഗ്രഹ സമൃദ്ധിയോടെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും പരിപാലിച്ചല്ലോ. കർത്താവിന് വേണ്ടി വല്ലത് പ്രവർത്തിപ്പാൻ തക്കോണം തിരുക്കരങ്ങൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിക്കാലം വചനം കേട്ടത് എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധാരാളം നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നാളെ രാവിലെ 5 മണിക്ക് വീണ്ടും ഒരുമിച്ച് കടന്നു വന്ന് നമുക്ക് ദൈവസനിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മധ്യസ്ഥ കഴിപ്പാൻ തക്കോണം കർത്താവ് സഹായിക്കട്ടെ. അതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും രാവിലെ 5 മണിക്ക് കടന്നു വരുവാൻ തക്കോണം അപേക്ഷിക്കുന്നു. നാളെ വൈകിട്ട് 8:30 മണിക്ക് കുഞ്ഞുങ്ങളുടെ സെഷനും അതിനുശേഷം 9 മണിക്ക് മലയാളം സെഷനും ഉണ്ടായിരിക്കും. ദൈവമായ കർത്താവ് അതിനായിട്ട് കടന്നു വരുവാൻ തക്കോണം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേക ക്രിസ്മസ് ദിനങ്ങളൊക്കെയും അടുത്തിരിക്കുന്ന ഹോളിഡേയ്സ് ഒക്കെയും ആയതിനാൽ പലരും യാത്രയിലാകാൻ പോകുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. വാഹനങ്ങളെയും തങ്ങളുടെ ചുറ്റുപാടും കൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും കാത്ത് പരിപാലിക്കട്ടെ. കർത്താവിന്റെ പരിപാലനത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായ കർത്താവിന് വേണ്ടി ജീവിക്കാം. നമുക്ക് വേണ്ടിയല്ല നാം ജീവിക്കുന്നത് എന്ന് ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസൻ നമ്മെ ഉത്ബോധിപ്പിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഈ ലോകത്തില് ഹല്ലേലൂയ ക്രിസ്മസ് ഇന്ന് കച്ചവടമായിട്ട് ബിസിനസ് ആയിട്ടൊക്കെയും മാറിപ്പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പാപമായി തീർന്ന യേശുനാഥനെ ഈ ദിവസങ്ങളൊക്കെയും ജനം ഓർക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രമായി ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ളതായ ദൈവിക സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം വചനം കേട്ട് എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗെയിൻ അറ്റ് 5 o'clock in the morning. അതിനെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേ സാധനെ കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ. കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ. നന്ദിയാൽ നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന. നന്ദിയാൽ നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോന്നതന. യേശുരാജനെയും സ്തുതിപ്പിൻ. ശൂന്യതയിൻ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം. ശൂന്യതയിൻ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ക്ഷേമമായി